വയനാട് ബത്തേരി നമ്പ്യാർകുന്നിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കുറച്ചുനാളായി സ്ഥലത്ത് ഭീതി പരത്തിയ പുലിയാണ് കുടുങ്ങിയത്. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, എപ്പോഴായിരുന്നു കൂട്ടിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത്? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കൂട്ടിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത്. ഒരു കോഴിയെ ഓടിച്ചുകൊണ്ട് വരുന്നതിനിടയ്ക്ക് പുലി കുടുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി അത് കാണുകയും ചെയ്തു, പുലി ഓടിപ്പോകുന്നത് കാണുകയും ചെയ്തു. അതിൽ തുടർന്നാണ് ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഇത്തരത്തിൽ പുലി കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുറച്ചു ദിവസമായി ഈ പ്രദേശത്തെ ഈ പുലിയുടെ ശല്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. കോഴികളെയും അതുപോലെ തന്നെ സമീപത്തുള്ള ആടിനെയൊക്കെ പിടികൂടുകയും കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല വീടിന്റെ മുറ്റത്ത് വരെ ഈ പുലി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്കൂളിന്റെ മതിലിന്റെ മുകളിലടക്കം ഈ പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ പ്രദേശത്തുണ്ടായിരുന്നു. വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും ഒന്ന് രണ്ട് തവണ ഈ പുലി കൂടിനടുത്ത് എത്തുകയും എന്നാൽ കൂടിന് പുറത്തു നിന്നിട്ട് പിന്നീട് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്നാണ് പിന്നീട് തൊട്ടപ്പുറത്ത് ഈ കൂട് മാറ്റി സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ആ പുലി ഇന്ന് രാവിലെ വരികയും ഈ കൂട്ടിൽ കുടുങ്ങുകയുമായിരുന്നു. അല്പസമയത്തിനകം തന്നെ ഈ പുലിയെ മറ്റൊരിടത്തേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ വനത്തിൽ തുറന്നുവിടാനാണ് സാധ്യത, അതായത് തൊട്ടപ്പുറത്തുള്ള വനത്തിൽ തുറന്നുവിടാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വയനാട് ബത്തേരി നമ്പ്യാർകുന്നിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. വിവരങ്ങൾ നൽകുകയായിരുന്നു PS അർജുൻ.